നമസ്കാരം. പ്രവാസികൾ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിലെ ട്രെയിൻ യാത്രക്കാർക്ക് ആശ്വാസം നൽകുന്ന ഒരു പുതിയ വാർത്തയാണ് ഇന്ന് ആദ്യത്തേത്. ഇന്ധനവിലയും വിമാന ടിക്കറ്റ് നിരക്കും കുതിച്ചു വരുന്ന സാഹചര്യത്തിൽ ട്രെയിൻ യാത്രക്കാർക്ക് വലിയ ആശ്വാസവുമായി ജർമ്മൻ റെയിൽവേ അധികൃതർ. മെയ് 1 മുതൽ അടുത്ത ഒരു വർഷത്തേക്ക് ഇന്റർസിറ്റി എക്സ്പ്രസ് ട്രെയിനുകളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കില്ലെന്നാണ് റെയിൽവേ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ സ്ഥിരത ഉറപ്പാക്കുന്ന ഒരു കാര്യമാണ്. യാത്രക്കാർക്ക് മുൻകൂട്ടി യാത്രകൾ പ്ലാൻ ചെയ്യുന്നതിനും സാമ്പത്തിക ലാഭത്തിനും വേണ്ടിയാണ് ഈ പ്രൈസ് ഗ്യാരണ്ടി നടപ്പിലാക്കുന്നത്. റെയിൽവേയുടെ വിശ്വാസ്യത തിരിച്ചു പിടിക്കുന്നതിനും കൂടുതൽ ആളുകളെ ട്രെയിൻ യാത്രയിലേക്ക് ആകർഷിക്കുന്നതിനുമുള്ള ഒരു പുതിയ തുടക്കം എന്നാണ് റെയിൽവേ മേധാവി എവലിൻ പല്ല ഇതിനെ വിശേഷിപ്പിച്ചത്. നിരക്ക് വർദ്ധിപ്പിക്കാതെ തന്നെ മികച്ച സേവനവും കൃത്യനിഷ്ഠയും ഉറപ്പാക്കി ദീർഘദൂര യാത്രക്കാർക്ക് ആശ്വാസം നൽകുന്ന പദ്ധതിയാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ധനവില വർധനവിൽ പൊറുതിമുട്ടുന്ന സാധാരണക്കാർക്ക് ഈ തീരുമാനം വലിയൊരു അനുഗ്രഹമാകും. ജർമ്മനിയിലെ രാഷ്ട്രീയ നേതാക്കളെയും ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിട്ട് നടന്നിട്ടുള്ള സൈബർ ആക്രമണം ജർമ്മനിയെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ജർമ്മൻ പാർലമെന്റ് അംഗങ്ങളുടെ സിഗ്നൽ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത റഷ്യയ്ക്ക് നേരെയാണ് ജർമ്മനി വിരൽ ചൂണ്ടുന്നത്. ജർമ്മനിയിലെ എംപിമാരുടെയും നയതന്ത്രജ്ഞരുടെയും സിഗ്നൽ മെസ്സേജിംഗ് അക്കൗണ്ടുകൾ ലക്ഷ്യമിട്ടുണ്ടായ സൈബർ ആക്രമണത്തിൽ ജർമ്മൻ പ്രോസിക്യൂട്ടർമാർ ഔദ്യോഗികമായി അന്വേഷണം ആരംഭിച്ചു. ഈ ചാരപ്രവർത്തിക്ക് പിന്നിൽ റഷ്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. സിഗ്നൽ ആപ്പിന്റെ സപ്പോർട്ട് ടീം എന്ന വ്യാജനയാണ് സന്ദേശങ്ങൾ വരുന്നത്. അക്കൗണ്ട് വിവരങ്ങൾ കൈമാറാൻ ആവശ്യപ്പെടുന്ന ഈ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ ഹാക്കർമാർക്ക് അവരുടെ ചാറ്റുകളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഫയലുകളിലേക്കും പ്രവേശനം ലഭിക്കുന്നുണ്ട്. ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിച്ച് മേർസിന്റെ പാർട്ടിയായ CDU നേതാക്കൾ, പാർലമെന്റ് സ്പീക്കർ ജൂലിയ ഗ്ലോക്നർ, ഉദ്യോഗസ്ഥർ, മാധ്യമപ്രവർത്തകർ എന്നിവരുടെ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. എന്നാൽ ചാൻസലറുടെ ഫോണിൽ നിലവിൽ പ്രശ്നങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. ആക്രമണത്തിന്റെ രീതി പരിശോധിക്കുമ്പോൾ ഇതിന് പിന്നിൽ റഷ്യൻ സ്റ്റേറ്റ് ഹാക്കർമാർ ആണെന്ന് ജർമ്മൻ ഇന്റലിജൻസ് വിഭാഗം കരുതുന്നു. എന്നാൽ മോസ്കോ ഈ ആരോപണങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. പാർലമെന്റ് അംഗങ്ങൾ തമ്മിലുള്ള രഹസ്യ ആശയവിനിമയങ്ങൾ ഹാക്കർമാരുടെ കൈകളിൽ എത്തിയോ എന്ന കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. ഇതൊരു വേക്കപ്പ് കോൾ ആണെന്നും എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും ഇന്റലിജൻസ് മേധാവി മുന്നറിയിപ്പ് നൽകി. വാട്സാപ്പിനേക്കാൾ സുരക്ഷിതമെന്ന് കരുതി പല പ്രമുഖരും സിഗ്നലിലേക്ക് മാറിയ സാഹചര്യത്തിലാണ് ഇത്തരമൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ജർമ്മനിയിലെ നിരവധി മലയാളികളും സിഗ്നൽ ഉപയോഗിക്കുന്നുണ്ട്. പ്രവാസി ഓൺലൈനും അതിന്റെ ഉപഭോക്താവാണ്. ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലുണ്ടായ ഞെട്ടിപ്പിക്കുന്ന അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 18 വയസ്സുകാരൻ ശനിയാഴ്ച മരിച്ചു. വെള്ളിയാഴ്ച രാത്രിയാണ് 5 യുവാക്കൾ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് മൈൻ നദിയിൽ വീണത്. വെള്ളിയാഴ്ച രാത്രി 10:20 ഫ്രാങ്ക്ഫർട്ട് ഈസ്റ്റ് ഹാർബറിലെ ലില്ലി സ്ട്രാസയിലാണ് സംഭവം. കാർ സുരക്ഷാ വേലികൾ തകർത്ത് 8 മീറ്ററോളം താഴ്ചയുള്ള നദിയിലേക്ക് പതിക്കുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന 5 പേരിൽ 3 പേർ 17ഉം 18ഉം വയസ്സുള്ളവർ നീന്തി രക്ഷപ്പെട്ടു. കാറിനുള്ളിൽ കുടുങ്ങിപ്പോയ 18 വയസ്സുകാരനെയും 17 വയസ്സുകാരിയെയും ഫയർഫോഴ്സാണ് പുറത്തെടുത്തത്. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച വൈകുന്നേരത്തോടെ യുവാവ് മരണത്തിന് കീഴടങ്ങി. കൂടെ ഉണ്ടായിരുന്ന 17കാരി ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. അപകടത്തിന്റെ കൃത്യമായ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. സംഭവത്തിന് സാക്ഷികളായവർ ഉണ്ടെങ്കിൽ പോലീസിനെ വിവരം അറിയിക്കാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അമേരിക്കൻ IT മേഖലയിൽ സ്വപ്നം കാണുന്ന പ്രവാസികളെയും ഉദ്യോഗാർത്ഥികളെയും ആശങ്കയിലാക്കുന്ന പുതിയ വാർത്തയുടെ വിശദാംശങ്ങളാണ് ഇനി പറയുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടി പ്രതിനിധികൾ അമേരിക്കൻ കോൺഗ്രസിൽ അവതരിപ്പിച്ച പുതിയ ബില്ലിലെ നിർദ്ദേശങ്ങൾ നോക്കിയാൽ ഇന്ത്യക്കാരുടെ അമേരിക്കൻ മോഹം പൊലിയുന്ന സംഭവമാണ് ഉണ്ടാകുന്നത്. അമേരിക്കൻ പൗരന്മാരുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടി അംഗം എലി ക്രെയിൻ അവതരിപ്പിച്ച H-1B വിസ ദുരുപയോഗം തടയൽ നിയമം 2028 ആണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. നിലവിലെ വിസ സമ്പ്രദായത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ബില്ലിൽ ശുപാർശ ചെയ്തിരിക്കുന്നത്. 3 വർഷത്തെ സസ്പെൻഷനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിലവിലെ H-1B വിസ നടപടികൾ അടുത്ത 3 വർഷത്തേക്ക് നിർത്തിവെക്കാൻ ബില്ലിൽ നിർദ്ദേശമുണ്ട്. സമ്പ്രദായം പൂർണ്ണമായും പരിഷ്കരിക്കാനാണ് ഈ നീക്കം. നിലവിൽ വർഷം തോറും അനുവദിക്കുന്ന 65,000 വിസകൾ വെറും 25,000 കുറയ്ക്കാൻ ശുപാർശയുണ്ട്. H-1B വിസ ലഭിക്കാനുള്ള കുറഞ്ഞ ശമ്പളം പ്രതിവർഷം $2 ലക്ഷം, അതായത് ഏകദേശം 1.8 കോടി രൂപ ആയി ഉയർത്തും. ഇത്രയും വലിയ തുക നൽകാൻ കമ്പനികൾ തയ്യാറായാൽ മാത്രമേ വിദേശികളെ നിയമിക്കാനാവൂ. അതേസമയം കുടുംബത്തിന് പ്രവേശനമില്ല. വിസ ലഭിക്കുന്നവർക്ക് ഇനി മുതൽ പങ്കാളിയോ കുട്ടികളെയോ ഡിപെൻഡൻസ് വിസ എന്ന പേരിൽ കൂടെ കൊണ്ടുപോകാൻ അനുവാദമില്ല. ഈ വിസയിൽ എത്തുന്നവർക്ക് ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാനുള്ള അവകാശവും നിഷേധിക്കപ്പെടും. നിലവിലുള്ള നറുക്കെടുപ്പ് തീയതിക്ക് പകരം കൂടുതൽ ശമ്പളം വാങ്ങുന്നവർക്ക് മുൻഗണന നൽകുന്ന വേതന അധിഷ്ഠിത സെലക്ഷനാണ് വരുന്നത്. ഇത് ഇന്ത്യക്കാരെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കിയാൽ H-1B വിസയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഇന്ത്യൻ പ്രൊഫഷണലുകളാണ്. പുതിയ ബില്ലിലെ കടുത്ത നിബന്ധനകൾ ഇന്ത്യൻ IT മേഖലയ്ക്കും അമേരിക്ക സ്വപ്നം കാണുന്ന യുവാക്കൾക്കും കനത്ത തിരിച്ചടിയാകും. പ്രത്യേകിച്ച് ആശ്രിത വിസകൾ നിർത്തലാക്കുന്ന കുടുംബമായി
സുരക്ഷിതമായി കഴിയാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇനിയും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ പഠനം ആകർഷമാക്കിയിരുന്നത് പഠനശേഷമുള്ള ഒരുപിടി കാലയളവായിരുന്നു. ഇത് നിർത്തലാക്കുന്ന കുടുംബങ്ങളുടെ സാമ്പത്തിക കണക്കുകൂട്ടലുകളെ തെറ്റിക്കും. ഉയർന്ന ശമ്പള പരിധി നിശ്ചയിക്കുന്നത് തുടക്കക്കാരായ പ്രൊഫഷണലുകൾക്ക് വീസ ലഭിക്കുന്നത് അസാധ്യമാക്കും. കൂടാതെ ഗ്രീൻ കാർഡിനായി വർഷങ്ങളോളം കാത്തിരിക്കുന്ന ഇന്ത്യക്കാർക്ക് നിയമം പാസ്സായാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഹംഗേറിയൻ രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന വിക്ടർ ഓർബാന്റെ പിന്മാറ്റത്തെക്കുറിച്ചുള്ള വാർത്തയാണ് അടുത്തത്. വിക്ടർ ഓർബാൻ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുന്നതായി പ്രഖ്യാപിച്ചു. ഹംഗറിയിൽ വൻ രാഷ്ട്രീയ ഭൂചലനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി ഹംഗറി ഭരിച്ചിരുന്ന വിക്ടർ ഓർബാൻ എന്ന 62-കാരൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പാർലമെന്റിൽ നിന്നും പിന്മാറുന്നതായി പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെയാണ് ഇപ്പോൾ അപ്രതീക്ഷിത നീക്കം. പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും ആ സ്ഥാനം വേണ്ടെന്ന് ഓർബൻ തീരുമാനിച്ചു. ഇനി പാർലമെന്റിൽ ഇല്ല, പാർട്ടിയെ പിന്നണിയിൽ നിന്ന് നയിക്കാനാണ് തന്റെ തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓർബന്റെ ഫിഡസ് പാർട്ടിയിൽ വലിയ മാറ്റങ്ങൾ തുടക്കമിട്ടിരിക്കുന്നത്. അടുത്തയാഴ്ചയോടെ പുതിയ നേതൃത്വം ചുമതലയേൽക്കും. ഓർബനൊപ്പം മറ്റു മുതിർന്ന നേതാക്കളും പിന്മാറുകയാണ്. ഓർബൻ ഉടൻ തന്നെ അമേരിക്കയിലേക്ക് ദീർഘകാല യാത്രയ്ക്ക് പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അദ്ദേഹത്തിന്റെ മകളും മരുമകനും നിലവിൽ അമേരിക്കയിലാണ്. ഹംഗറിയിൽ ഉണ്ടായേക്കാവുന്ന നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഈ നീക്കമെന്ന് സൂചനയുണ്ട്. യൂറോപ്യൻ യൂണിയനിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണത്തിലിരുന്ന നേതാക്കളിൽ ഒരാളായിരുന്നു ഓർബാൻ. 5 തവണ അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ടുണ്ട്. ചുരുക്കത്തിൽ ഹംഗറിയുടെ അധികാരം വിട്ടൊഴിയുന്ന ഓർബാൻ പാർട്ടിയുടെ ചരടുവലികൾ പിന്നണിയിൽ നിന്ന് നിയന്ത്രിക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇറാൻ യുദ്ധം ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക മേഖലയെ തകിടം മറിച്ചതോടെ ആയിരക്കണക്കിന് ഇന്ത്യൻ തൊഴിലാളികൾ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങുകയാണ്. ഫെബ്രുവരി അവസാനം മുതൽ ഏപ്രിൽ പകുതി വരെ ഏകദേശം 10 ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് ഗൾഫിൽ നിന്ന് മടങ്ങിയതെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. തൊഴിൽ നഷ്ടമാണ് പ്രധാന പ്രശ്നം. യുദ്ധത്തെ തുടർന്ന് വിനോദസഞ്ചാര മേഖലയും നിർമ്മാണ പ്രവർത്തനങ്ങളും സ്തംഭിച്ചു. ദുബായ് പോലുള്ള നഗരങ്ങളിൽ ഹോട്ടലുകൾ കാലിയായതോടെ നിരവധി മലയാളികൾ അടക്കമുള്ളവരുടെ ജോലി നഷ്ടമായി. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പണമയക്കൽ കുറഞ്ഞത് ഇന്ത്യയെ പ്രത്യേകിച്ച് കേരളത്തെ സാരമായി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ വിപണികളിലും വിൽപ്പന കുറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. ചരക്ക് നീക്കവും യാത്രാ ചെലവും ഹോർമൂസ് കടലിടുക്ക് പ്രശ്നങ്ങൾ കാരണം മന്ദഗതിയിലായി. നാട്ടിലേക്ക് സാധനങ്ങൾ അയക്കുന്നതിനും വിമാന ടിക്കറ്റിനും മുമ്പത്തേക്കാൾ 30% വരെ കൂടുതൽ തുക നൽകേണ്ടി വരുന്ന പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയായി. ഗൾഫ് രാജ്യങ്ങൾ സുരക്ഷിത താവളങ്ങളാണെന്ന വിശ്വാസത്തിന് യുദ്ധം മങ്ങലേൽപ്പിച്ചു എന്നാണ് നിരീക്ഷകർ പറയുന്നത്. ചുരുക്കത്തിൽ ഗൾഫിലെ സാമ്പത്തിക മാന്ദ്യം പ്രവാസികളുടെ ഭാവി അനിശ്ചിതത്തിലാക്കുകയും കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തിരിക്കുകയാണ്. യുദ്ധം നീണ്ടുപോയാൽ സ്ഥിതി ഇനിയും വഷളാകാനാണ് സാധ്യത. ഇറാൻ ചർച്ചയിൽ നിന്ന് ട്രംപ് പിന്മാറി. പാകിസ്ഥാനിലേക്കുള്ള യാത്രയും റദ്ദാക്കി. അമേരിക്ക ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനായി പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ നടക്കാനിരുന്ന ചർച്ചകളിൽ നിന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അപ്രതീക്ഷിതമായി പിന്മാറി. ട്രംപിന്റെ പ്രതിനിധികളായ ജാരഡ് കുഷ്നറോടും സ്റ്റീവ് വിറ്റ്കോഫിനോടും പാകിസ്ഥാനിലേക്ക് പോകേണ്ടതില്ലെന്നാണ് ട്രംപ് നിർദ്ദേശിച്ചത്. അപ്രസക്തമായ കാര്യങ്ങൾ സംസാരിക്കാൻ 18 മണിക്കൂർ വിമാനയാത്ര ചെയ്ത് അവിടെ പോയി ഇരിക്കേണ്ടതില്ല എന്നാണ് ട്രംപിന്റെ നിലപാട്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ഖമേനിയുടെ മരണശേഷം അവിടെ ആർക്കാണ് ഭരണ ചുമതല എന്നതിൽ വ്യക്തതയില്ലെന്നും ഇറാൻ ഭരണകൂടത്തിനുള്ളിൽ വലിയ തർക്കങ്ങൾ നടക്കുകയാണെന്ന് ട്രംപ് ആരോപിച്ചു. ചർച്ചാവാതിൽ അടഞ്ഞിട്ടില്ലെങ്കിലും ചർച്ചകൾ ഇപ്പോൾ വേണ്ടെന്ന് വെച്ചെങ്കിലും യുദ്ധം തുടരും എന്ന് ഇതിനർത്ഥമില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാൻ തയ്യാറാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ബന്ധപ്പെടാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചർച്ചകൾക്കായി ഇസ്ലാമാബാദിലെത്തിയ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി പാകിസ്ഥാൻ അധികൃതരുമായി സംസാരിച്ച ശേഷം മടങ്ങിപ്പോയി. അമേരിക്കയുടെ കടുത്ത നിബന്ധനകൾ അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് ഇറാൻ. ഈ മേഖലയിൽ ഇറാൻ നിക്ഷേപിച്ചതായി കരുതുന്ന കടൽ മൈനുകൾ നീക്കം ചെയ്യാൻ US നേവി ശ്രമം തുടരുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ ഇത് പൂർത്തിയാക്കാൻ മാസങ്ങൾ എടുത്തേക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ചുരുക്കത്തിൽ സമാധാന ചർച്ചകൾക്ക് പാകിസ്ഥാൻ കളമൊരുക്കിയെങ്കിലും അമേരിക്കയുടെ പിന്മാറ്റത്തോടെ തൽക്കാലം ചർച്ചകൾ വഴിമുട്ടിയിരിക്കുകയാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.